ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആണ്. വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ഒക്കെ പറയുമ്പോൾ എല്ലാവർക്കും സ്പെഷ്യലായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് ഓർഡർ ആക്കുന്നത് ഉച്ചക്കൊക്കെ ഉള്ള. അപ്പോൾ ഉച്ചക്കുള്ള പണി അത്രയും കുറഞ്ഞല്ലോ. ഉച്ചക്കും രാത്രിയൊക്കെ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉച്ചക്കുള്ള ഫുഡ് കൊണ്ടുവന്നാൽ അതിൽ കുറച്ച് ബാക്കി രാത്രിയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ രാവിലത്തേക്ക് പത്തിരി കറി ഇട്ടുണ്ടാക്കി. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ടൈമല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാത്തൂന് ഓളെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നിട്ടാ. ഓൾ സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ടാ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ കൈമിൽ എഴുതിയിട്ട്. സത്യം പറഞ്ഞാൽ സർപ്രൈസായിട്ടാണ് കണ്ടപ്പോൾ. അങ്ങനെ വലിയ കേക്ക് കട്ട് ചെയ്ത് വലിയ പരിപാടിയാക്കിയൊന്നും നമ്മൾ കഴിക്കലില്ല. പക്ഷേ എന്തെങ്കിലും ചെറിയ പരിപാടിക്ക് മക്കളെ ബർത്ത്ഡേ അങ്ങനത്തെ എന്തെങ്കിലും ഇതിനൊക്കെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യലുണ്ട്. ഓർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കേക്ക് മോൻ്റെ കയ്യിലാണ് കൊടുത്തത്. ഓനക്കാണെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ കേക്കിൻ്റെ ബോക്സ് കണ്ടപ്പോൾ തന്നെ ആളത് വിടുന്നില്ല കേട്ടോ. പിന്നെ എന്ത് പറഞ്ഞിട്ടും ഓനക്കത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിൽക്കേന്. പിന്നെ കുട്ടികൾ ഇങ്ങനെ ഓനക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ, അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്തു. പിന്നെ അത് കട്ട് ചെയ്യുന്ന തിരക്കിലാണ്. എത്ര ആയിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഇതാക്കാൻ ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കുന്നില്ല. ഓൻ ആ കത്തിയും പിടിച്ചിട്ട് നിൽക്കുകയാണ് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏതായാലും ഓനക്ക് ഇഷ്ടമല്ല വിചാരിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഓൻ്റെ ഒപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അങ്ങനെ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയൂ. അപ്പോൾ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് രസമല്ലേ, മക്കളെ സന്തോഷമായിട്ടിരിക്കുന്ന ടൈം ഓർക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കാര്യമായിട്ടൊന്നുമില്ല, ഇന്നത്തെ ചെറിയ ദിവസത്തെ ഒരു ചെറിയ ക്ലിപ്പ് അത്രയേ ഉള്ളൂ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതിൽ അന്നത്തെ ദിവസം നടന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അതിൽ. പിന്നെ അങ്ങനെ ഓനക്ക് ഫുഡ് അത് കഷ്ണം കൊടുക്കുകയാണ് കേക്കിൻ്റെ. പിന്നെ എല്ലാവരും ഓരോ ചെറിയ ചെറിയ പീസ് എല്ലാവരും കഴിച്ച്. പിന്നെ സ്കൂൾക്ക് പോയ ആൾക്കാർക്ക് വേണ്ടി കുറച്ച് കഷ്ണം എടുത്ത് വെച്ചു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭയങ്കര രസമായിരുന്നിട്ടെന്ന്. ഒരു വെഡിങ് ആനിവേഴ്സറി ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹസ്ബൻഡൊക്കെ വിളിച്ചപ്പോൾ പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ രസമായിട്ടിരുന്നു. പിന്നെ ഉച്ചക്കൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്ന് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ തലേന്ന് ഒരു കൊറിയർ ഹസ്ബൻഡ് അയച്ചിട്ടുണ്ടായിരുന്നു. സർപ്രൈസായിട്ട് വന്നതാട്ടാ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു ഫ്രെയിം, ഒരു മഗ്, പിന്നെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു മഗ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുട്ടികളെല്ലാവരും കൂടി അത് വാശിയിൽ ആർക്ക് എടുക്കണം എന്നുള്ള രീതിക്ക് ആർക്ക് ഓപ്പൺ ചെയ്യണം എന്നുള്ള തിരക്കായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഓപ്പൺ ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി കണ്ടപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. സർപ്രൈസ് പിന്നെ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ സർപ്രൈസായിട്ട് എന്ത് കിട്ടിയാലും. പിന്നെ അതിൽ ചോക്ലേറ്റ് വേണ്ടി പിന്നെ അതിന് അടിയായി. പിന്നെ അവിടെ എന്ത് സാധനം ഞങ്ങൾ മക്കളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇതാക്കി ചെന്നാൽ അവിടെ ലാസ്റ്റ് അടിമലാണ് നിൽക്കുക. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചോക്ലേറ്റൊക്കെ പൊട്ടിച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിച്ച്. കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെ ചെറിയൊരു ക്ലിപ്പ് അത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ ഒരു ദിവസത്തെ. പിന്നെ അതിലുള്ള കുറച്ച് തെർമാക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് അവിടെ കുട്ടികളെല്ലാവരും കൂടി കളിച്ചിട്ട് പിന്നെ നന്നായിട്ട് അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ മഗ്ഗിൻ്റെ ബോക്സാണ് ഞാൻ പൊട്ടിക്കുന്നത്. ഞാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഇല്ല, പക്ഷെ കണ്ടപ്പോൾ സത്യത്തിൽ സന്തോഷമായിട്ടാണ്. സർപ്രൈസായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഇതാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ മക്കളത് എടുത്ത് പൊട്ടിക്കുമെന്ന് വിചാരിച്ച് പിന്നെ അത് വേഗം എടുത്ത് വെച്ചിട്ടാണ്. അങ്ങനെ അവിടെ പുറത്ത് വെച്ചാൽ പൊട്ടുന്ന സാധനം ആയതുകൊണ്ട് ഫ്രെയിമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നന്നായിട്ട് അലമ്പാക്കിയത് ക്ലീനിങ് ആണ്. ലാസ്റ്റ് പിന്നെ ഉള്ളതാണല്ലോ ക്ലീനിങ്. കുട്ടികളുള്ളിടത്ത് എപ്പോഴും ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക് യു.